രണ്ടുപേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതയിൽ കോഴിക്കോട് ജില്ല. ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമായ കുഞ്ഞിനും അന്നശ്ശേരി സ്വദേശിയായ യുവാവിനുമാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം താമരശ്ശേരിയിൽ 4ാം ക്ലാസ്സുകാരി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പ് പരിശോധന ശക്തമാക്കിയിട്ടുമുണ്ട്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, കൂടുതൽ പേർക്ക് ഈ മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നു. ഇത് വലിയ ആശങ്കയായി മാറുന്നുണ്ട്. ആരോഗ്യവകുപ്പ് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? തീർച്ചയായും രാഗി, അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പ്രധാനമായും ഈ വർഷം സംസ്ഥാനത്ത് 5 മരണമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ 4 മരണവും കോഴിക്കോട് ജില്ലയിൽ നിന്നുണ്ടായത് എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരിയിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ചത്. കുട്ടിയുടെ സ്രവ പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് വ്യക്തമായത്. കുട്ടി വീടിന് സമീപമുള്ള താമരശ്ശേരിയിലെ വീടിന് സമീപമുള്ള കുളത്തിൽ കുളിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ആ കുളത്തിലെ വെള്ളം ഉൾപ്പെടെ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ കുളത്തിൽ കുളിച്ച കുട്ടികളൊക്കെ തന്നെയും നിരീക്ഷണത്തിലാണ്. കുട്ടിയുടെ ബന്ധുവടക്കം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. പനി മാറിയ സാഹചര്യത്തിൽ അവരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞയച്ചെങ്കിലും നിരീക്ഷണത്തിൽ തുടരുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഈ കുട്ടി പഠിച്ച സ്കൂളിൽ ഉൾപ്പെടെ ഇന്ന് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും. അതോടൊപ്പം തന്നെ കൂടുതൽ കുട്ടികളുടെ സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയും നിലവിൽ പരിശോധിച്ചവയുടെ റിസൾട്ട് പുറത്തു വരുവാനുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയെ ആശങ്കയിൽ ആഴ്ത്തുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് 3 മാസം പ്രായമായ ഓമശ്ശേരി സ്വദേശിയായ കുട്ടിക്കും അന്നശ്ശേരി സ്വദേശിയായ യുവാവിനുമാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. യുവാവിന്റെ ആരോഗ്യനിലയും ഗുരുതരമാണ് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ളത്. എന്തായാലും ഇവരുമായി ബന്ധപ്പെട്ടും കൂടുതൽ പരിശോധനകൾ ഉണ്ടാവും. ഈ 3 മാസം പ്രായമായ കുട്ടിക്ക് വീട്ടിലെ കിണർ വെള്ളത്തിൽ നിന്നാണ് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നത് എന്നൊരു നിരീക്ഷണത്തിലാണ് ആരോഗ്യ വകുപ്പ് നിലവിലുള്ളത്. ഈ കിണർ വറ്റിക്കുകയൊക്കെ ഇന്നലെ ചെയ്തിരുന്നു. പ്രധാനമായും ഈ ചതുപ്പ് നിറഞ്ഞൊരു പ്രദേശത്താണ് ഈ കിണർ ഉള്ളത്. അങ്ങനെയാവാം ഈ അമീബിക്ക് ഈ കിണറിലെ വെള്ളത്തിലേക്ക് പടർന്നത് എന്നൊരു നിരീക്ഷണത്തിൽ തന്നെയാണ് നിലവിൽ ആരോഗ്യ വകുപ്പ് ഉള്ളത്. ഈ ആരോഗ്യ വകുപ്പ് പ്രധാനമായും പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് രാഗി, ഈ പനി അടക്കമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തി ചികിത്സ തേടുക എന്നത് തന്നെയാണ് ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പരമാവധി സ്വയം ചികിത്സ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നൊരു നിർദ്ദേശവും ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും അതീവ ജാഗ്രതയിലാണ് കോഴിക്കോട് ജില്ല നിലവിലുള്ളത്. രാഗി, എന്തായാലും 4ാം ക്ലാസ്സുകാരി ഈ പറഞ്ഞതുപോലെ കുളത്തിൽ കുളിച്ചിരിക്കാം, ആ ഒരു നിഗമനത്തിലാണ്. എന്നാൽ ഈ 3 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് എങ്ങനെ രോഗം വന്നു? കിണറ്റിൽ നിന്ന് പടർന്നിരിക്കാം എന്ന് പറഞ്ഞാൽ പോലും അതിനും ഒരു പരിധിയുണ്ട്. കാരണം 3 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിന് എങ്ങനെ ആ കിണറ്റിലെ വെള്ളത്തിൽ നിന്ന് രോഗം പിടിപെട്ടു എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതല്ലേ? ഒപ്പം തന്നെ ഈ കുഞ്ഞിന്റെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ അവസ്ഥ എന്താണ്? ഈ രോഗം പിടിപെട്ട് നിരീക്ഷണത്തിലായിട്ടുള്ള ആ യുവാവും ഈ കുഞ്ഞുമായിട്ടുള്ള അവർ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണോ? എന്താണ് അത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? രാഗി, നിലവിൽ രാഗി സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലൊരു ബന്ധമൊന്നും തന്നെ ഇവർ തമ്മിലില്ല. എങ്ങനെയാണ് ഈ രോഗം പടർന്നത് എന്നത് സംബന്ധിച്ച് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തുക എന്നത് തന്നെയാണ് ഏറ്റവും ദുഷ്കരമായി തുടരുന്നത്. കിണർവെള്ളത്തിൽ നിന്നാണ് ഇത്തരത്തിൽ രോഗം പടർന്നത് എന്നൊരു സ്ഥിരീകരണം അല്ലെങ്കിൽ അത് തന്നെയാണ് ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പ്രധാനമായും എടുത്തു പറയുന്നത് ചതുപ്പ് ചേർന്ന ഒരു പ്രദേശത്താണ് ഈ കിണറുള്ളത്. അത്തരത്തിലായിരിക്കും ഈ അമീബിക്ക് അല്ലെങ്കിൽ ഈ രോഗാണോ അവിടെ പിടിപെട്ടത് എന്നൊരു കാര്യം തന്നെയാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത്. ഇതിൽ പ്രധാനമായും ഈ കുഞ്ഞ് വെന്റിലേറ്ററിൽ തുടരുന്നു എന്നൊരു വിവരം തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. എന്തായാലും കുട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ തന്നെയും നിരീക്ഷണത്തിലിരിക്കണം എന്നൊരു നിർദ്ദേശവും ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ താമരശ്ശേരിയിലെ വിദ്യാർത്ഥിനിയുടെ സ്കൂളിൽ ഇന്ന് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുമെന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പനി ഉൾപ്പെടെ, അതായത് സംസ്ഥാനത്ത് 5 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല, 4 മരണവും കോഴിക്കോട് തന്നെ ഉണ്ടായി എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ആദ്യഘട്ടത്തിൽ ഈ താമരശ്ശേരിയിലെ വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കളൊക്കെ തന്നെയും താലൂക്ക് ആശുപത്രിക്കെതിരെയൊക്കെ തന്നെയും ആരോപണവുമായി രംഗത്തെത്തിയത് നമ്മൾ കണ്ടിരുന്നു. പിന്നീടാണ്
തുടർന്നാണ് ഈ മരണം അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്നൊരു സ്ഥിരീകരണം ഉണ്ടായത്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ കൂടെ ഉണ്ടായ, അതായത് ഈ കുളത്തിൽ കുട്ടി കുളിച്ചിരുന്നു, അതോടൊപ്പം തന്നെ കുട്ടിയുടെ കൂട്ടുകാരും കുളത്തിൽ കുളിക്കാൻ ഉണ്ടായിരുന്നു എന്നൊരു വിവരം തന്നെയാണ് ലഭ്യമായിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ ആരോഗ്യ വകുപ്പ് അവിടെ എത്തുകയും കുളത്തിലെ ജലസാമ്പിളുകൾ ഉൾപ്പെടെ, അതായത് സമീപ പ്രദേശങ്ങളിലെ ജലസാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധർ നൽകിയിട്ടുള്ളത്. രാഗി, മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നു. ഇത് വലിയ ആശങ്കയായി മാറുന്നുണ്ട് കോഴിക്കോട്. അതീവ ജാഗ്രതയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ല. ഈ രോഗം പിടിപെടുന്നവർ തമ്മിൽ പരസ്പരം ബന്ധമില്ല എന്നുള്ളതും കൂടുതൽ ആശങ്കയ്ക്ക് വഴിവെക്കുന്നുണ്ട്. ഓമശ്ശേരി സ്വദേശിയായ 3 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനാണ് കഴിഞ്ഞ ദിവസം രോഗബാധ സ്ഥിരീകരിച്ചത്. ഒപ്പം തന്നെ അന്നശ്ശേരി സ്വദേശിയായ യുവാവിനും കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചിരുന്നു. എന്തായാലും താമരശ്ശേരിയിൽ 4ാം ക്ലാസ്സുകാരി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച സാഹചര്യം കൂടി പരിശോധനാ വിധേയമാകുന്നുണ്ട്. ആരോഗ്യവകുപ്പ് കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുട്ടി പഠിച്ച സ്കൂളുകളിലടക്കം കൂടുതൽ ബോധവൽക്കരണ ക്ലാസുകളടക്കം നടത്തും എന്നുള്ളതാണ്. ബിസിനസ് സുരേഷാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.